നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എടത്തറ NSS കരയോഗത്തിൻ്റെയും വനിതാ സമാജത്തിൻ്റെയും വാർഷിക പൊതുയോഗം നടത്തി. എടത്തറ കരയോഗം സെക്രട്ടറി, ട്രഷറർ, വനിതാ സമാജം പ്രസിഡന്റ്, ട്രഷറർ, സെക്രട്ടറി എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട്. എടത്തറ NSS കരയോഗത്തിൻ്റെയും വനിതാ സമാജത്തിൻ്റെയും വാർഷിക പൊതുയോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് C കരുണാകരൻ ഉണ്ണി അധ്യക്ഷനായി. 10ാം ക്ലാസ്സിലും +2-വിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും അവാർഡ് നൽകി അനുമോദിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി N ജനാർദ്ദനൻ, ട്രഷറർ M ശശികുമാർ, V ഭവജൻ, വനിതാ സമാജം യൂണിയൻ പ്രസിഡന്റ് ബേബി ശ്രീകല, സെക്രട്ടറി അനിത ശങ്കർ, സതി മധു, കൃഷ്ണവേണി, ശ്രീലത എന്നിവർ പ്രസംഗിച്ചു. വളരെ അച്ചടക്കത്തോടും കൃത്യനിഷ്ഠയോടും കൂടിയാണ് യോഗം നടന്നിരുന്നത്. ഞായറാഴ്ച രാവിലെ 10:30 യോഗം ആരംഭിച്ചത്. പഠിപ്പിലും പാഠ്യേതര വിഷയത്തിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾ എടത്തറ യൂണിയൻ്റെ അഭിമാനമാണെന്ന് ഭാരവാഹികൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇവർ ഭാവിയുടെ വാഗ്ദാനമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് KK മേനോൻ അഭിപ്രായപ്പെട്ടു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ലോണൊക്കെ തരുന്നത്. അത് തീർച്ചയായും പല വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നാളെ സ്വന്തം കാലിൽ നിൽക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നുള്ള റിക്വസ്റ്റ് എനിക്ക് നിങ്ങൾ ഇവരോട് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ പ്രവർത്തനം ഗംഭീരമാകട്ടെ. ഒരാളെങ്കിലും ഉണ്ടാകുന്ന സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും അവരെ കണ്ട് പഠിക്കണം, അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ പഠിക്കണം. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ സെക്രട്ടറി കൃഷ്ണകുമാറിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇതിനോട് സഹായം തരുന്നതായ നമ്മുടെ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ശശിധരൻ സൗകര്യം അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഏതായാലും നിങ്ങൾ ഏവരും കിട്ടുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇനി ഇപ്രാവശ്യം ക്രെഡിറ്റിനൊക്കെ വിളിക്കുന്നുണ്ട്, എല്ലാവരും വരണം. മാക്സിമം ലോണുകൾ എടുക്കണം. കാരണം കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വരുന്ന ലോണുകളാണ്. തിരിച്ചറിവ് കൃത്യമായി പോകുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളില്ല. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഏവരും സന്നദ്ധരാകണം. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നന്മ ചെയ്യുന്ന, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മികവുറ്റ കരയോഗമായ ഈ എടത്തറ കരയോഗത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നു. ഇനിയും ഉയർച്ചകൾ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തതായി അവരെയും സസന്തോഷം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. രജിസ്റ്റർ ചെയ്ത 2500 കേസുകളാണ്. ഇത്രയും വിവാദം നമ്മളോട് നടക്കേണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമായിട്ടേ ഉള്ളൂ. പക്ഷെ ഇത്രയും ഡൈവേഴ്സ് വരുമ്പോൾ എവിടെയാണ്? ശരി, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ 1 കോടി രൂപ വാങ്ങിച്ചിട്ട് 1 ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? രക്ഷിതാക്കൾക്ക് എവിടെ തെറ്റുപറ്റുന്നത് എന്നുള്ള ആരും ചിന്തിക്കുന്നില്ല. ആ കാര്യത്തിൽ കൂടെ ചിന്തിക്കണം. നമ്മൾ പ്രീമാരിറ്റൽ കാണുന്നതല്ല നമ്മുടെ വിവാഹ ജീവിതം എന്ന് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനായി, അവർക്ക് അതിനെപ്പറ്റി അറിവ് കൊടുക്കുവാനായി നമ്മുടെ കുട്ടികൾക്കായി പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ നമ്മുടെ കുട്ടികളെ, വിവാഹപ്രായമെത്തിയ കുട്ടികളെ നമ്മൾ തീർച്ചയായും അയക്കണം. അവർക്ക് ആ ക്ലാസ്സുകൾ കൊടുക്കണം. അവരറിയണം വാട്ട് ഈസ് ലൈഫ് എന്നുള്ളതിനെ പറ്റി അവർക്കറിയാൻ കൊടുക്കുന്നത് വലിയ ഗുണകരമായിരിക്കും. നമ്മുടെ പ്രസിഡന്റ് വരുമ്പോൾ നമ്മൾ പ്രവർത്തന റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് 1 കോടി രൂപയോളം, അതായത് 6 എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഏതെങ്കിലും സഹോദരി ഈ കൂട്ടത്തിലുണ്ടോ? ഓ, കൺഗ്രാറ്റ്സ്. സഹോദരി എന്താ ചെയ്തത്? ഞാൻ
ഹാൻഡ് മെയ്ഡായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുള്ള ആഭരണങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. കേക്ക്, ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഈ കരയോഗത്തിന് കഴിഞ്ഞ വർഷം എനിക്ക് അവാർഡൊക്കെ തന്നിരുന്നു. ഞാൻ കരകൗശലത്തിൽ ചെയ്യുന്ന ഒരാളാണ്. 4 കുട്ടികൾക്കായിട്ടുള്ളത്. അതിൻ്റെ പ്രദർശന വിപണന മേളകളിലെല്ലാം പങ്കെടുക്കാറുണ്ട്, ഓൾ ഇന്ത്യ ലെവലിൽ. അപ്പോൾ എനിക്ക് ഈ 1 ലക്ഷം രൂപ കരയോഗത്തിൽ നിന്ന് തന്നത് ഭയങ്കര ഒരു സപ്പോർട്ടായിട്ട് തോന്നിയിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ചോക്ലേറ്റ്, കേക്ക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാനത് ഇൻവെസ്റ്റ് ചെയ്തത്. അത് എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് ഭയങ്കര സഹായമായിട്ടാണ് തോന്നിയത്. നമ്മുടെ തലമുറകൾ, പുതിയ തലമുറകൾ മന്നത്ത് പത്മനാഭനെ മനസ്സിലാക്കണമെങ്കിൽ കരയോഗ തലത്തിൽ ഒരു ക്ലാസ് വേണം. മലയാളം കുറച്ച് മാത്രം വായിക്കാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് മന്നത്ത് പത്മനാഭന്റെ സേവനങ്ങൾ മനസ്സിലാക്കുവാൻ മന്നത്ത് ആചാര്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ നായർ സർവീസ് സൊസൈറ്റി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരണം നടന്നു. 2ാമത്തെ പുസ്തകം പ്രകാശനം നടന്നു. ദ ഹിന്ദുയിസം ഓഫ് മന്നത്ത് പത്മനാഭൻ, ഹിന്ദുക്കൾക്ക് വേണ്ടി മന്നത്ത് പത്മനാഭൻ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം പാലക്കാട് തലീക്കുടിയുടെ ലൈബ്രറിയിൽ ലഭിക്കുന്നതാണ്. പുതിയ തലമുറയുടെ ഇടയിലേക്ക് നമ്മുടെ സമുദായാചാര്യനെ കുറിച്ചുള്ള അറിവ് കൊടുക്കണം. ഇത്രയും ദൈവികമായ ആദരണീയ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ അവതാര പുരുഷനാണ് മന്നത്ത് പത്മനാഭൻ. യാതൊരു സംശയമില്ല. സംഘടനാ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കറിയാം, പലപ്പോഴും പല ഭൂരമ്പകൾ സഹിക്കാറുണ്ട്, പലപ്പോഴും പല പ്രതിബന്ധങ്ങൾ ശ്രമിക്കാറുണ്ട്, പലപ്പോഴും പല വിഷമങ്ങൾ സംഭവിക്കാറുണ്ട്. കൂടെ നടന്നവൻ തന്നെ ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു ഫിനിഷ് പക്ഷിയെ പോലെ ഞങ്ങളെയൊക്കെ താങ്ങി നിർത്തുന്ന ഒരു അദൃശ്യമായ സാന്നിധ്യം ഞങ്ങൾ പലപ്പോഴും അറിയാറുണ്ട്. അത് മറ്റാരുമല്ല, യുഗപ്രഭാവനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ. സോന ഉമേഷ്, അനുരാഗിണി, നിതിൻ സുരേഷ്, അടുത്തത് +2 ഫുൾ A+ മേടിച്ചവർക്കുള്ളതാണ്. ഭരത് പി. +2കാർക്കും നിർബന്ധവും 1000 രൂപയുടെ ക്യാഷ് അവാർഡാണ് കൊടുക്കുന്നത്. ഫുൾ A+. മീര ആർ നായർ, അതുൽ സി. ഒരുപാട് വേദികളിൽ അവരുടെ മികവ് തെളിയിച്ച ഒരു ശങ്കറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനുമായി 2023 നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിൽ ചൈൽഡ് സയന്റിസ്റ്റുള്ള A ഗ്രേഡ് നേടിയ മീര നായർ ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി വനിതാ സമാജം പ്രസിഡന്റ് ശ്രീ ബേബി ശേഖർ ടീച്ചറെ ക്ഷണിക്കുന്നു. അടുത്തത് CBSE സ്റ്റേറ്റ് മെമ്പർമാരുണ്ട്. അതിൽ നിന്നും എന്നെ നന്ദി പറയാൻ വേണ്ടി ക്ഷണിച്ചതിന് യോഗത്തിലുള്ള ഹൃദയങ്ങളുടെ നന്ദി ആദ്യം ഞാൻ രേഖപ്പെടുത്തുന്നു. സർവോപരി ഇന്ന് ഈ സുഖത്തിൽ നമുക്ക് വന്നിട്ടുള്ള എല്ലാവരുടെയും മുന്നിൽ 2 വാക്ക് സംസാരിക്കാൻ കിട്ടിയതിനുള്ള സന്തോഷം. നമ്മുടെ ആദ്യ ചടങ്ങുകൾ തുടങ്ങുന്ന സമയത്ത് തന്നെ പ്രാർത്ഥന പാടാൻ വളരെ ഭംഗിയായി പ്രാർത്ഥന പാടാൻ മിടുക്കരായ കുട്ടികളെ കിട്ടാൻ ക്ഷാമമില്ലാത്ത ഇടത്ത കാര്യമാണ്. കാരണം 2 മിടുക്കികളും 2 പേരും A+ഉം ഒരാൾ വളരെയധികം കോമ്പറ്റീറ്റീവ് എക്സാമിലും മേടിച്ചുകൊണ്ടിരുന്ന 2 ഗായികമാരെ അനുഗ്രഹീതരായ പ്രാർത്ഥനാ യോഗത്തോടുകൂടി തുടങ്ങാൻ പറ്റിയിരുന്നത് നമ്മുടെ കരയോഗത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അവരെ ഇരുവരെയും ഞാൻ ഇതിൻ്റെ പേരിൽ കരയോഗത്തിൻ്റെ പേരിൽ അർത്ഥവുമായി നന്ദി രേഖപ്പെടുത്തുന്നു.
ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട് 3 സേവനത്തിൻ്റെ 27ാം വർഷം.